ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പറവൂരാണ്. പറവൂർ നമ്മുടെ സ്റ്റേഡിയം ഗ്രൗണ്ടിലാണ്. അപ്പോൾ നമ്മളിവിടെ കളിച്ച് കളന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റിച്ച് ബോൾ ക്രിക്കറ്റായി കളിക്കുന്നത് ഇവിടെയാണോ YCC എന്ന് പറഞ്ഞ ടീമിന് വേണ്ടിയാണ് നമ്മൾ ആദ്യമായിട്ട് കളിക്കുന്നത്. അപ്പോൾ ആ ഗ്രൗണ്ടിലാണ് ഇന്നിവിടെ PCLCയുടെ മാച്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണോ. അപ്പോൾ ഈ പ്രാവശ്യവും നമ്മളുണ്ട്. വൈപ്പിനെ പ്രതിനിധീകരിച്ച് 2 ടീമുകളാണ് ആകുള്ളത്. അതിലൊരു ടീം നമ്മളാണ്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഫൈനലിസ്റ്റുകളാണ് കേട്ടോ. കളി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ മഴയും പെയ്യുന്നുണ്ട്. അപ്പം നമ്മളും ആകെ ഒരു ആശയക്കുഴപ്പത്തിലാണ്. ഇന്ന് എന്താവും എന്നുള്ള രീതിയിലാണോ നിൽക്കുന്നത്. എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല ടെന്നീസ് ബോൾ ക്രിക്കറ്റ് പ്ലെയേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ടൂർണമെൻറ്റ് കൂടിയാണ് ഈ പറയുന്ന നമ്മളുടെ PCLC. ഈ വാട്ടർ അതോറിറ്റി ഗ്രൗണ്ട് അല്ലെങ്കിൽ സ്റ്റേഡിയം ഗ്രൗണ്ട് എന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ പറവൂർ ഗ്രൗണ്ടിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇവിടെ 2 നെറ്റ്സാണുള്ളത്. ഒന്ന് സോബേഴ്സിൻ്റെയും ഒന്ന് YCCയുടെ ആണോ. മഴയുടെ ഒക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണോ. ഈ ഒരു ടൂർണമെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ടൂർണമെൻറ്റും അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഒരു സംഘാടകരും ഏറ്റവും മികച്ച പ്ലെയേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ടൂർണമെൻറ്റ് കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലെയേഴ്സൊക്കെ വാമപ്പ് ചെയ്യുന്ന കേട്ടോ. നമ്മളുടെ ടീമിൻ്റെ പേര് വെസ്റ്റേൺസ് കാണുന്നതാണ്. നമുക്കിനെ ട്രോഫികൾ കാണാം. പറവൂർ പ്രീമിയർ ലീഗിൻ്റെ ഇത് 5ാമത്തെ സീസണാണെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ സീസണിൽ ഞങ്ങൾ റണ്ണേഴ്സപ്പ് ആയിരുന്നു. വെസ്റ്റേൺസ് റണ്ണക്കാന്നാണ് ടീമിൻ്റെ പേര്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങളുടെ ലീഗ് ഗ്രൗണ്ടിലെ 3ാമത്തെ മാച്ച് അടുത്ത് കളിക്കാൻ പോകണ്ട. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. ഞാൻ ഈ പ്രാവശ്യം കളിക്കുന്നില്ല. അപ്പോൾ നമുക്കിനി അതിൻ്റെ ട്രോഫികൾ കാണാം കുറച്ച് നേരം. അപ്പോൾ അത് ഈ കാണുന്നേക്കണ്ടോ നമ്മുടെ പ്രൈസുകൾ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആ ഒരു ക്രമത്തിലാണ് ഈ സാധനം വെച്ചേക്കണം. പിന്നെ അത് കൂടാതെ ചെറിയ പല പ്രൈസുകളുണ്ട്. ചെറുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കളിക്ക് മാൻ ഓഫ് ദി മാച്ച് സംഭവങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ അടിപൊളി വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ഒരു ട്രോഫികളും മറ്റു കാര്യങ്ങളൊക്കെ എന്നിട്ട് ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ടോയ്ലറ്റിലുള്ള സംഭവങ്ങളില്ലേ, അത് ഈ മാൻ ഓഫ് ദി മാച്ച് അതുപോലത്തെ സംഭവത്തിൻ്റെ ഒപ്പം കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ. നല്ലൊരു അടിപൊളി സെറ്റപ്പ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനത്തേക്ക് ഒരു അവാർഡുകൾ. ഇതിപ്പോൾ പ്ലെയേഴ്സിന് സന്തോഷം, പ്ലെയേഴ്സിൻ്റെ വീട്ടിൽ സന്തോഷം. ആകെ ഒരു അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. What a shot! That is a rocket launcher straight into the galaxy. The 6 of the finest, Faiju. The captain, the skipper, taking the responsibility and raining of 6s from Faiju. Team score moves to 83 runs with the loss of 2 wickets. പിന്നെ ഈ ഗ്രൗണ്ടിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ വിമാനങ്ങൾ ഇങ്ങനെ ചറപറ പോട്ടാണ്. നമ്മുടെ നെടുമ്പാശ്ശേരി അടുത്തായെന്ന് തന്നെ ഇതുപോലെ തന്നെ വിമാനങ്ങൾ ഇങ്ങനെ പോകണമാണ്. ഇടിവെട്ട് സംഭവങ്ങൾ പോട്ടെ. ചിലതൊക്കെ ഇതിലും താന്ന് പറയണതാണ് നമുക്ക്. 5-1 strike. നെറ്റ്സിന് മുകളിലൂടെ 6 പായിച്ചാൽ 100 രൂപ സ്പോൺസർ. ഇതേപോലെ ബാറ്റ്സ്മാൻമാരെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കമൻട്രി ഇങ്ങനെ അടിപൊളി സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. അത് പറഞ്ഞു തീരുന്നില്ല. അതേ പോണൊരു സംഭവം ഇതിങ്ങനെ വളഞ്ഞിങ്ങനെ കറങ്ങുവേണ്ട നമ്മളുടെ ഈ ഗ്രൗണ്ടിന് ചുറ്റുമായിട്ട്. അപ്പോൾ അത്രയും സൂപ്പർ കാഴ്ചയെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. വിമാനങ്ങളെ മുട്ടിയിട്ട് നടക്കാൻ പറ്റണില്ലെന്ന് പറയുന്ന അവസ്ഥയിൽ പോയി. തലങ്ങും വിലങ്ങും ഈ സാധനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കളി നടക്കണതിൻ്റെ ഇടയിൽ അങ്ങോട്ടും പോവും ഇങ്ങോട്ടും വരും. ആ ഒരു മൂഡായിരുന്നു കേട്ടോ. ലീഗ് മാച്ചസൊക്കെ കഴിയാറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളെ സെമിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ഗെയിം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. പക്ഷേ അവിടെ സംഭവിച്ച മറ്റൊന്നാണ്. ഇതിനിടയിൽ ഓരോ കളി കഴിയുമ്പോൾ അതിൻ്റെ മാൻ ഓഫ് ദി മാച്ചിന് ഇങ്ങനെ അവാർഡ് കൊടുത്തുകൊണ്ടിരിക്കുകയുണ്ടോ. അതിങ്ങനെ ഒരു സൈഡിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങളുടെ സെമി ഫൈനലിൽ തോറ്റു. അടുത്ത പ്രാവശ്യം ജയിക്കുക എന്നുള്ള ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നമ്മളവിടെ നിന്ന് ബാക്കിയുള്ള കളിയൊക്കെ വീക്ഷിച്ചോ. അപ്പോൾ GLDയിൽ എന്ന് പറഞ്ഞ ടീം ഫൈനലിൽ ജയിക്കാൻ പോകുന്നൊരു കാഴ്ച നിങ്ങൾ കാണുന്നു കേട്ടോ. രണ്ടാം ബോള് മനോഹരമായ 6 പറന്നുകൊണ്ട് 4 runs to win.